ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുള്ളിഷായിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബുള്ളിഷായിട്ടുള്ള മാർക്കറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബുള്ളിഷായിരിക്കുന്ന മാർക്കറ്റിൽ നമ്മൾ ഇങ്ങനെ ബുള്ളിഷായിട്ടുള്ള ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്യാൻ നോക്കുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും സബ്ജക്റ്റിലേക്ക് വരാം. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഇനിയുള്ള മൂവ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഒരു സപ്പോർട്ട് നമ്മൾ 2 പ്രാവശ്യം ഒരു സപ്പോർട്ട് എടുത്ത് പോന്നിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ ഒരു രീതിയിൽ അവിടെ ഇനിയും ഒരു സപ്പോർട്ട് എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാവണം. അങ്ങനെ ഒരു സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നല്ലൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അടിയിലുള്ള ലിക്വിഡിറ്റീസ് ഒക്കെ മാർക്കറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് ഏതൊരു മൊമെൻറ്റിലായിരിക്കും മാർക്കറ്റ് പോവാന്ന്. ഈ ഒരു രീതിക്കായിരിക്കുമല്ലോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത്. പിന്നെ നമ്മൾ സ്കാൽപ്പിങ്ങും മെയിനായിട്ട് നോക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു അപ് ട്രെൻഡ് സ്കാൽപ്പിങ് നമുക്ക് ചെയ്യാം. നമുക്ക് നോക്കാം എന്തായിരിക്കുമെന്ന്. നമ്മൊരു ഡൗൺ ട്രെൻഡ് വെക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെ നമ്മൾ ഡൗൺ ട്രെൻഡ് ട്രേഡ് വെക്കൂട്ട. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അപ് ട്രെൻഡ് പോകുന്ന സമയത്ത് അവിടെ ലിക്വിഡിറ്റീസ് നല്ലോണം ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് അപ് ട്രെൻഡ് പോയേക്കുന്നത്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഡൗൺ ട്രെൻഡ് ട്രേഡ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോ ടൈം ഫ്രെയിമിൽ. അപ്പോൾ നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ വന്നിട്ട് ഒരു ട്രേഡും കൂടി നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാർക്കറ്റ് ഇവിടെയാണ് ഞാൻ ആദ്യം ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ഓർഡർ ബ്ലോക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് മേലോട്ട്. പക്ഷേ വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് അല്ല. ഓർഡർ ബ്ലോക്കിൻ്റെ വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു അടുത്തൊരു മാർക്കറ്റ് റീടെസ്റ്റ് എടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കായിരിക്കുള്ളൂ അപ് ട്രെൻഡ് പോകുന്നത്. നമുക്ക് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബുള്ളിഷ് ആണെന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റിട്രേസ്മെൻറ്റ് എടുത്തിട്ട് മാർക്കറ്റ് മേലോട്ട് പോകും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് എൻട്രി കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താവുമെന്ന്. പിന്നെ ട്രേഡിങ്ങിൽ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ക്ഷമ വേണം ശരിക്കും. നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബോറടിക്കും, അങ്ങനെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ക്ഷമിച്ചിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു എൻട്രി ലെവൽ എത്തുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. അവസാനം നമ്മൾ നോക്കിയപ്പോൾ ഞാൻ എൻട്രി ലെവൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ റെക്കോർഡൊന്നും ചെയ്തില്ല. കാരണം ഫോണിലായതുകൊണ്ട് ഒരുപാട് നേരം റെക്കോർഡ് ചെയ്തിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിലായി വരികയാണെന്നുണ്ട്, അതായത് ബുള്ളിഷ് കൺഫർമേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ട്രേഡ് വെക്കാം. അഥവാ ബുള്ളി കൺഫർമേഷൻ തന്നിട്ട് ചിലപ്പോൾ അവിടെ സ്കാൽപ്പിങ് ചെയ്യുന്ന ബയ്യേഴ്സിനെ ട്രാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ആ ഓർഡർ ബ്ലോക്ക് എടുക്കാനായിട്ട് ഡൗൺ ട്രെൻഡ് പോവാം. നമ്മൾ റിസ്ക് ആയിട്ടുള്ള ട്രേഡാണ് വെക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊരു രീതിക്കാണ് ട്രേഡ് പോകുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യണ്. നമ്മൾ ഇത് പേപ്പർ ട്രേഡാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഒറിജിനലായിട്ട് ട്രേഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2 റേഷ്യോയിലാണ് ഞാനിപ്പോഴും കൂടുതലും ട്രേഡ് എടുക്കാൻ നോക്കാറ്. പിന്നെ സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് ഓവർ ട്രേഡ് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമില്ല. നമുക്ക് നോക്കാം ഏത് രീതിക്കായിരിക്കും മാർക്കറ്റ് പോകണമെന്ന്. പിന്നെ നമുക്ക് എല്ലാ ട്രേഡും പ്രോഫിറ്റ് അടിക്കണമെന്നില്ല. ചിലപ്പോൾ പല ട്രേഡും എനിക്ക് ടാർഗറ്റ് വരെയും എത്തിയിട്ട് SL അടിച്ച ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇമോഷൻ കൺട്രോൾ ചെയ്ത് നമ്മൾ സമാധാനത്തിലിരിക്കുക എന്നതാണ് കാര്യം. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിക്ക്, അതായത് നമ്മൾ നോർമലി എങ്ങനെയാണോ ആ ഒരു രീതിക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അതൊക്കെ റെഡി ആക്കണം. കാരണം ഞാൻ വീഡിയോ ചെയ്ത് അത്യാവശ്യം പഠിച്ച് റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന രീതിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളെ TP അവിടെ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ക്ഷമിക്കുക, പേഷ്യൻസ് വേണം. അതായത് സമാധാനത്തിൽ വേണം ട്രേഡ് ചെയ്യാനായിട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്തിയാൽ മാത്രമേ നമ്മുടെ ട്രേഡ് പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ശരി, എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നാളെ വരാം. അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന രീതിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ശരി എന്നാൽ ഗൈസ്, ബൈ.